ഞാൻ പറയുകയാണ്, ജീവിതത്തിൽ അല്ലാഹു തആല നമുക്ക് തന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഇസ്ലാമെങ്കിൽ അതിൻ്റെ കർമ്മങ്ങൾ കൃത്യമായി നമ്മൾ ചെയ്യണം. തൊപ്പി വെക്ക്. ചില ആളുകൾ പറയും തൊപ്പി വെച്ചുകൊണ്ട് അവിടെ കയറരുത്, ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ ഒപ്പിട്ട് കിട്ടൂല. വേണ്ടടോ, ആ ഒപ്പെനിക്ക് വേണ്ട, ആ സൈൻ എനിക്ക് വേണ്ട. അതുവഴി എനിക്ക് എന്താണോ നഷ്ടപ്പെടുന്നത്, ഈ ലോകം മുഴുവനും നഷ്ടപ്പെട്ടാലും, ആകാശം നഷ്ടപ്പെട്ടാലും, ഭൂമി നഷ്ടപ്പെട്ടാലും, ഒരു തുള്ളി വെള്ളം എനിക്ക് കുടിക്കാൻ കിട്ടാതെ ഞാൻ വിശന്നും ദാഹിച്ചും മരിക്കേണ്ടി വന്നാലും എനിക്ക് പ്രശ്നമല്ല. എന്റെ ഹബീബ് എനിക്ക് പഠിപ്പിച്ചു തന്ന തൊപ്പി ഞാൻ എടുത്തിട്ട് എനിക്കൊന്നും നേടണ്ട. പറയാൻ എത്ര മുസ്ലിമീങ്ങൾക്ക് കഴിയും? നിങ്ങളുടെ പേരൊന്ന് മാറ്റി വെച്ചിട്ട് വേണം പറയാൻ, അല്ലെങ്കിൽ ദാടി ഒന്ന് ക്ലീൻ ഷേവ് ചെയ്തിട്ട് പോ. എന്തിനാണ്? അതാണ് അള്ളാഹു റസൂല് പറഞ്ഞത്, എന്റെ സുന്നത്തിനെ നിസാരമാക്കി കൂടുന്ന ഒരു കാലത്ത് എന്റെ സുന്നത്തിനെ ആരാണ് മുറുകെ പിടിക്കുന്നത് അവന് 100 രക്തസാക്ഷികളുടെ കൂലി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 100 രക്തസാക്ഷികളുടെ കൂലി. എന്തേ? നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ. ഒന്ന് ചിന്തിക്ക്. ഹദീസാണ്. അന്ന് സഹാബത്തിന് ശൈത്താനെ പിടിപെടാൻ പറ്റൂല. ശൈത്താനെ സഹാബാക്കളെ മുമ്പിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. കാരണം എന്താ? فإنا فقيها واحدا متبرعا أشد على الشيطان من 1000 عابد فإنا فقيها واحدا متبرعا أشد على الشيطان من 1000 عابد. ഒരു നല്ല വറഉള്ള ഒരു പണ്ഡിതൻ 1000 ആബിദിനേക്കാൾ ശൈത്താന്റെ മുന്നിൽ ശക്തനാണ്. 1000 ആബിദീങ്ങൾ, ഭയങ്കര ഇബാദത്തുള്ള 1000 ആബിദീങ്ങൾ നിൽക്കുന്ന ഒരു സൂക്ഷ്മതയുള്ള പണ്ഡിതന് നിൽക്കുന്നു. ശൈത്താൻ ആരടുത്ത് വരും? പണ്ഡിതന്റെ അടുത്ത് വരൂല, ഒറ്റ ഒരാളെ ഉള്ളൂ. എന്നാലും പേടിയാണ് അവന്. അവൻ 1000 ആബിദീങ്ങളുടെ അടുത്ത് പോയിട്ട് അവരെ പിഴപ്പിക്കും. ഒരു ആലിമിന്റെ അടുത്ത് വരൂല. അപ്പൊ ആലിമീങ്ങളെ കിടക്കി പിഴയ്ക്കുന്നതും അവർ ആലിമീങ്ങളല്ല, ഈ വേഷം കെട്ടി പറ്റിക്കുന്നതാ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് സഹാബാക്കൾക്ക് ശൈത്താനെ പേടിക്കണ്ട. പിന്നെ അവര് ഭയന്നത് ആരെയാണ്? അവരുടെ ഹൃദയത്തിൽ ലോകമാന്യതയുമില്ല, ആരും അറിയാതെ അവർ ഇബാദത്തൊക്കെ ചെയ്യുക. പിന്നെ അവർക്ക് ശത്രു എന്ന് പറയാൻ മക്കയിൽ വെച്ച് കുറെ ശത്രുക്കൾ ഉണ്ടായിരുന്നു. മദീന ചെന്നപ്പോൾ അവിടെയും താമസിക്കാൻ കഴിയാതെ കുറെ ശത്രുക്കൾ ഉണ്ടായിരുന്നു. പോകേണ്ടി വന്നാൽ ഒന്നൊക്കെ ഉള്ളൂ അവരുടെ ശത്രു. അപ്പൊ അതുകൊണ്ട് അവർക്കൊരു സുന്നത്ത് ചെയ്യണമെങ്കിൽ ഒരു ശത്രുവിനെ പേടിച്ചാൽ മതി. അതുകൊണ്ട് പേരിന്. പക്ഷെ നമ്മൾ ഇന്നൊരു സുന്നത്തെടുക്കണമെങ്കിൽ 100 ശത്രുക്കളുടെ മുമ്പിൽ നിന്നുകൊണ്ടേ ഒരു സുന്നത്തെടുക്കാൻ നമുക്ക് പറ്റൂ. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഒരു സുന്നത്ത് മുറുകെ പിടിക്കുന്നവൻ എത്ര ഷഹീദിന്റെ കൂലി? 100 ഷഹീദിന്റെ കൂലി. അഥവാ 100 പേരുടെ ക്രൂരമായ വേട്ടയാടലുകളുടെ നടുവിൽ മാത്രമേ നമുക്കൊരു സുന്നത്തെടുക്കാൻ പറ്റൂ. വേണ്ടേ ഷഹീദിന്റെ കൂലി? മുസ്ലിമായിട്ട് ജീവിക്ക്, മുസ്ലിമായിട്ട് തന്നെ മരിക്ക്, അതിൽ അന്തസ്സുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് അങ്ങയുടെ ഹൃദയത്തിലെ വേദന വന്ന, അങ്ങയുടെ മനസ്സെങ്ങാനും വേദനിച്ചു പോയാ, ഓ മുസ്ലിമേ, നിങ്ങളുടെ മനസ്സ് വേദനിക്കുമ്പോ, നിങ്ങളുടെ മനസ്സ് സങ്കടപ്പെടുമ്പോ, നിങ്ങളുടെ മനസ്സിനകത്ത് നീറ്റൽ അനുഭവപ്പെടുമ്പോ അള്ളാഹു പറയുകയാണ് 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താ മതി. ആയത്തിന്റെ അവസാന ഭാഗമാണ് ഞാൻ പറയുന്നത്. മനസ്സ് വേദനിക്കുന്നവർക്ക് അള്ളാഹു തആല ചെയ്യാൻ പറഞ്ഞ മരുന്ന് 3 കാര്യങ്ങളാ. അത് പറയുമ്പോൾ 1 മണിക്കൂറാവും നമുക്ക് പിരിയാ. സഹോദരങ്ങളെ, 3 കാര്യങ്ങൾ ചെയ്താ മതി. നെതർലാൻഡിൽ ഇരിക്കുന്നവന് പറഞ്ഞാലും, ഇവിടെ കിടക്കുന്നവന് പറഞ്ഞാലും, പറമ്പി പീടികയിലുള്ളവന് പറഞ്ഞാലും, എവിടെയൊക്കെ ഉള്ളവന് എന്തൊക്കെ കുറച്ചാലും, അള്ളാന്റെ പരിശുദ്ധമായ ദീനുണ്ടല്ലോ, ഈ പരിശുദ്ധമായ ദീന സധൈര്യം സുഭദ്രമായി സുസജ്ജമായി സുശക്തമായി പറയുമ്പോ നമ്മുടെ മനസ്സിനകത്ത് എന്തെങ്കിലും വേദന വരുന്നെങ്കിൽ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് പരിഹാരമാ. 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കതിന് പരിഹാരം കാണാൻ പറ്റൂ. ഇത് അല്ലാഹുവിന്റെ വിശുദ്ധ കലാമാ. സൂറത്തുൽ ഹിജ്റിന്റെ അവസാന ഭാഗമാ. എന്താ 3 കാര്യങ്ങൾ എന്നറിയോ? ഒന്നാമതായിട്ട് അല്ലാഹു പറയുകയാണ്, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് വകും മിനസ് സാജിദീൻ.
വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അല്ലാഹു ഒന്നാമതായി പറയുന്നു ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, രണ്ട് വകും മിനസാജിദീൻ. മൂന്ന് വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഏക സിവിൽ കോഡ് വരാൻ പോകുന്നത്രേ, ഏക സിവിൽ കോഡ് വരാൻ പോകുന്നത്രേ സഹോദരങ്ങളെ. NRC വരാൻ പോകുന്നത്രേ. എന്തൊക്കെ നിയമങ്ങൾ കൊണ്ടുവന്നാലും അതിനെയെല്ലാം തകർത്ത് തരിപ്പണമാക്കാൻ മുസ്ലിം ഉമ്മത്തെ നമ്മുടെ മുന്നിൽ മൂന്ന് പരിഹാരമേ ഉള്ളൂ, മൂന്ന് പരിഹാരമേ ഉള്ളൂ. അതാണ് അല്ലാഹു പറഞ്ഞത്. ഒന്ന് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, രണ്ട് വകും മിനസാജിദീൻ, മൂന്ന് വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഇത് മൂന്നും കേട്ടിട്ടേ പോവാവൂ. ആദ്യത്തെ രണ്ടെണ്ണം കേട്ടിട്ട് പോയാൽ ചിലർ പറയും അത് പറ്റൂല. എന്നാൽ ആദ്യത്തെ രണ്ടെണ്ണം കേൾക്കാതെ അവസാനത്തെ കേട്ടാൽ പറയും ഇയാൾ ഏതോ തീവ്രവാദിയാണെന്ന് പറയും. അതുകൊണ്ട് മൂന്നും കേൾക്കാതെ പോയാൽ ഉത്തരവാദി ഞാനല്ല, ലൈവാണ്. രണ്ട് ചാനലിൽ ലൈവാണ്, നാളെ എടുത്ത് ഞാൻ കാണിക്കും. അതുകൊണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നവരെ നിങ്ങൾ ഇരിക്കും, പെട്ടെന്ന് തീർത്തേക്ക്. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്ത് വിഷമം വന്നാലും ആരെന്തോ പറഞ്ഞോട്ടെ, മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യോ? ഈ മൂന്ന് കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടോ ഇന്ന് വരെ? ഇല്ല. നമ്മൾ ഇങ്ങനെ ഇപ്പം ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഞാൻ എല്ലാ സ്ഥലത്തും ലൈവ് കാണുന്നവർ പറയും ഇയാളെ ഉദാഹരണം കേട്ട് ഞങ്ങൾ ഒരുപാട് ഈ ഏതെങ്കിലുമൊക്കെ ഒരു വേദിയിൽ ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഇവിടെ കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ പറയാൻ, സഹോദരങ്ങളെ, ഒരു വിഷയം വരുമ്പോൾ, ഇന്ത്യക്കെതിരെ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ട ഇന്ത്യക്കാർ. അതിന് പാകിസ്ഥാനിയല്ല, സൗദി അറേബ്യ അല്ല, UAE അല്ല, ഇനി ഏത് രാഷ്ട്രം ഇന്ത്യ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചാലും നമ്മൾ ഒറ്റക്കെട്ടാണ്, ഒറ്റക്കെട്ടാണ്. നമ്മുടെ സ്വത്വബോധത്തെ നശിപ്പിക്കാൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ ദീനിന്റെ വിശുദ്ധ ഇസ്ലാമിന്റെ ഖുർആനിന്റെ ആശയങ്ങൾക്കെതിരെ കൊഞ്ഞനം കുത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? സംഘടന നോക്കരുത്. ഞാനൊരു ചെറിയൊരു ഇത് പറഞ്ഞുതരാം. ഒരു കഥയാണ്. മുമ്പൊരിക്കൽ ഈ എലി ശല്യം കാരണം എലി വല്ലാതെ ശല്യം ചെയ്തപ്പോ വീട്ടുടമ എലിപ്പെട്ടി വാങ്ങി വന്നു. എലിപ്പെട്ടി വാങ്ങി വന്നിട്ട് അതിനെ കളിപ്പിച്ച് എലിയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത്. ആ സമയത്ത് എലിപ്പെട്ടിയുമായി വരുന്ന വീട്ടുടമയെ കണ്ടപ്പോ എലി ഓടി വന്ന് ഇനി താൻ പിടിക്കപ്പെടും, രക്ഷയില്ല. അങ്ങനെ എലി എന്ത് ചെയ്തു? മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഇഴഞ്ഞു പോകുന്ന ഒരു പാമ്പിനെ കണ്ടു. പാമ്പിനോട് ബുഖാരിലുണ്ടെന്നൊന്നും ചോദിക്കരുത്. പാമ്പിനെ കണ്ടു. ഈ പാമ്പിനോട് ചെന്നിട്ട് പറഞ്ഞു, എന്നെ രക്ഷപ്പെടുത്തണം. പാമ്പ് ചിരിച്ചിട്ട് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും വന്നെങ്കിൽ നീ അങ്ങ് നോക്കിക്കൊണ്ടാ മതി, എനിക്കതൊരു പ്രശ്നമല്ല. എലിപ്പെട്ടി എനിക്ക് എന്ത് പ്രശ്നം? എലിപ്പെട്ടിയെ പേടിക്കേണ്ട നീയാണ്, അതുകൊണ്ട് നീ നോക്കിക്കൊണ്ടാ മതി എന്ന് പറഞ്ഞ് പാമ്പ് ഇഴഞ്ഞു പോയി. വളരെ സങ്കടം തോന്നി എലിക്ക്. എലി വീണ്ടും പതുക്കെ നടന്നു വരുമ്പോൾ വീടിന്റെ കോലായിൽ ആടിനെ കെട്ടിയിരിക്കുകയാണ്. ആട് ശാന്തനായ ജീവിയാണ്, ശാന്തതയുള്ള സ്വഭാവമുള്ള ജീവിയാണ്. ആടിനോട് വന്നിട്ട് പറഞ്ഞു, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം, എലിപ്പെട്ടി പിടിച്ചു വെച്ചിരിക്കുകയാണ്, കളിപ്പിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ആട് പറഞ്ഞു, എനിക്കതൊരു പ്രശ്നമല്ല, എനിക്കിപ്പോൾ ഒന്നും ചെയ്യാനും കഴിയില്ല, എന്നെക്കൊണ്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അതിൽ ഇടപെടുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആട് സമാധാന ജീവിയാണ്, പറഞ്ഞു വിട്ടു. വളരെ സങ്കടത്തോടുകൂടി വരുമ്പോ വീടിന്റെ പറമ്പിന്റെ ഒരു ഭാഗത്ത് പോത്തിനെ കെട്ടിയിരിക്കുകയാണ്. പോത്തിനടുത്ത് എന്നിട്ട് പറഞ്ഞു, രക്ഷപ്പെടുത്തണം, ആകെ പ്രശ്നമാണ്. പോത്ത് പറഞ്ഞു, എന്റെ വാല് പോലും കയറൂല അതിനകത്ത്, പിന്നെ ഞാൻ എന്തിനു പേടിക്കണം, നീ നിന്റെ ജോലിയൊക്കെ പോടാന്ന് പറഞ്ഞു. സങ്കടത്തോടുകൂടി എലി നേരെ ചെന്നിട്ട്, എന്താ മുകളിൽ പറയുന്ന മച്ചിമ്പുറം അല്ലേ, തട്ടിമ്പുറം, അതിന്റെ മുകളിൽ കയറി ഒളിച്ചിരുന്നു. മുറ്റത്ത് കിടക്കുന്ന എല്ലാം കാണാം. മഴ തകൃതിയായി പെയ്തുകൊണ്ടിരിക്കുന്നു. കരണ്ട് പോയി. എലിപ്പെട്ടി കളിപ്പിച്ചു വെച്ചു. പക്ഷെ പാമ്പ് ഇടഞ്ഞ് ഇതിനകത്ത് നിന്ന് കയറി കൊടുത്തു. ഒരു ശബ്ദം കേട്ട് വീട്ടുടമ ഓടി വന്ന്, കരണ്ടില്ലല്ലോ, എലി വീണു എന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ കൂട്ടിൽ കൈയിട്ട് കൊടുത്തപ്പോ പാമ്പ് കൊത്തി. പെട്ടെന്ന് നിലവിളിച്ചു. കരണ്ട് വന്നു, മഴ തോർന്നു. ആളുകൾ പെട്ടെന്ന് ഓടിക്കൂടി. ബന്ധുക്കളും നാട്ടുകാരും വീട്ടുകാരും അയൽക്കാരും കൂടി ഇയാളെ നേരെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി. ബാക്കിയുള്ള ആളുകൾ പാമ്പിനെ തല്ലിക്കൊന്നു. ആദ്യം
ആദ്യം പാമ്പ് ചത്തു. ഇയാൾ ആശുപത്രി കൊണ്ടുപോയി. അവിടത്തെ വൈദ്യൻ പറഞ്ഞു, ഇതിന് നല്ല വിഷം കയറിയിട്ടുണ്ട്, അതുകൊണ്ട് ഇതിനൊരൊറ്റ മരുന്നേ ഉള്ളൂ, അജമാംസ രസായനം കൊടുക്കണം, ആട്ടിൻ സൂപ്പ് കൊടുക്കണം, എങ്കിലേ ഇതിന്റെ വിഷം ഇറങ്ങും. അങ്ങനെ വീട്ടിൽ തന്നെ ആടുണ്ടല്ലോ, നീ ഇപ്പം എന്ത് ചെയ്യാനാ, പെട്ടെന്ന് കണ്ടിക്കാൻ മോദിനെ ഏർപ്പാടാക്കി. അതിനെ കശാപ്പ് ചെയ്തു. രണ്ടാമത് ആടും തീർന്നു. ആടിന്റെ സൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നേരെ വൈദ്യന്റെ അടുത്ത് കൊണ്ടുവരുമ്പോഴേക്കും കാക്ക മറുകയാ. കാക്ക മരിച്ചു, കാക്കായി മരിച്ചു. അപ്പൊ ബന്ധുക്കളൊക്കെ വളരെ സങ്കടമായി എല്ലാവരും കൂട്ടം കൂടിയൊക്കെ നിന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പോ എന്തായാലും 3-ാം പാത്തി കഴിഞ്ഞ് പോവാം. മരിച്ചതാ മരിച്ചു, ഇനി 3-ാം പാത്തിയെ കഴിഞ്ഞ് പോകാം. അപ്പൊ എന്തായിരുന്നാലും നാട്ടുകാരൊക്കെ വിളിക്കണമല്ലോ, ബിരിയാണിയൊക്കെ വെക്കണം. അപ്പൊ അതിന് പറമ്പിരിക്കുന്ന പോത്തിനെയും കണ്ടിക്കാം. അങ്ങനെ പോത്തിനെയും വെച്ച് കിടത്തി. ഈ പോത്ത് ചത്തതും മരിച്ചതും, കാക്ക മരിച്ചതും, ആടിനെ അറുത്തതും, പാമ്പിനെ തല്ലിക്കൊന്നതും മച്ചിൻപുറത്തിരുന്ന് എലി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതായിപ്പോ ഇവിടെ സംഭവിക്കുന്നത്. ഇതാണ് ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത്. അവനല്ലേ, ഇവനല്ലേ, മറ്റോനല്ലേ, മറിച്ചോനല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവന്റെയും ഇവന്റെയും ചില ആളുകളൊക്കെ അച്ചാരം വാങ്ങിയിട്ട് തിരിച്ച് പറയുന്നുണ്ട്. അത് വേറെ, അത് നമ്മുടെ വിഷയമില്ല, നമ്മളെ വിഷയമല്ലത്. അവര് നമ്മുടെ വിഷയമേ അല്ല. അവര് ഒറ്റുകാരാണ്, അവര് സമുദായത്തിന്റെ ഒറ്റുകാരാണ്. അവരെ നമ്മൾ പരിഗണിച്ചിട്ടില്ല. ആളെ മനസ്സിലായല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. അത് പോട്ടെ, അവര് നമ്മളെ ശൈഉം മദ്കൂറല്ല. അവർക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പാരോടാണ്? മരണപ്പെട്ടു പോയ ഔലിയാക്കളോടാ. അവർക്ക് ഏറ്റവും വലിയ വെറുപ്പാരോടാണ്? പണ്ഡിത സുഹൃത്തുക്കളോടാ. അവർക്ക് ഏറ്റവും വലിയ വെറുപ്പാരാ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിനോടാ. അങ്ങനെയുള്ളവരോട് നമുക്കൊരു കോംപ്രമൈസ് ഇല്ല. അത് നമുക്ക് വിഷയമേ അല്ല, അത് അവിടെ കിടക്കട്ടെ. പക്ഷെ ഞാൻ പറയുന്നത്, സഹോദരങ്ങളെ ചിന്തിക്ക്. സമുദായത്തെ ഒറ്റുകൊടുക്കാത്ത പാവപ്പെട്ടവരുണ്ടല്ലോ, അവർ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. ഒരുമിച്ച് നിൽക്കൊരു വിഷയം വരുമ്പോ അങ്ങനെ ഒരുമിച്ച് നിന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഏതാ പറയ്? ഒറ്റ കാര്യത്തിലേ നമ്മൾ ഒരുമിച്ച് നിന്നിട്ടുള്ളൂ. NRCയുടെ വിഷയം വന്നപ്പോ ഒറ്റക്കെട്ടായി. കാരണം എന്താ? കൂടും കൂടുക്കൊക്കെ പോകുമെന്ന് പേടിച്ചപ്പോ ഒരുമിച്ച്. എല്ലാം കൂടെ പോകൂലേ? വീടും പോയി, പറമ്പും പോയി, വണ്ടിയും പോയി. അന്നൊക്കെ ഈ പല ആളുകളും വീട്ടിന്റെ മുമ്പത്തും അങ്ങനെയൊക്കെ നോക്കും. വണ്ടി, വീട്, ഇതൊക്കെ നമുക്ക് 2 കൊല്ലം കഴിഞ്ഞാൽ. അങ്ങനെ ഇപ്പോഴും രാക്കിനാവ് കണ്ട് കിടക്കുന്ന അങ്ങനെയുള്ള വെള്ളമൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. അതൊന്നും ഇവിടെ വേവൂല, അതൊന്നും ഇവിടെ നടക്കൂല. ഇത് പരിശുദ്ധമായ ഇന്ത്യ. വെള്ളക്കാരനെ ആട്ടി ഓടിക്കാൻ ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും തോളോട് തോളൊരുമി ഒറ്റക്കെട്ടായി നിന്ന് ഇവിടത്തെ വെള്ളക്കാരനെ ആട്ടി ഓടിച്ചതുപോലെ കൊള്ളക്കാരനെ ആട്ടി ഓടിക്കുന്നതിൽ ഒരിക്കലും ഹിന്ദു പിന്നോട്ടില്ല, ഒരു മുസ്ലിം പിന്നോട്ടില്ല, ഒരു ക്രിസ്ത്യാനി പിന്നോട്ടില്ല. കൊള്ളക്കാരന്മാരെ ഇവിടെ നടിച്ചോടിച്ചിട്ട് ഇന്ത്യ മഹാരാജ്യത്തിനൊന്ന് കഴുകി ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇവിടുത്തെ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഇന്ത്യ മഹാരാജ്യത്തെ ഇവിടെ കഴുകണം. പൊട്ടുതൊട്ട അമ്മയുടെ മകനും തട്ടമിട്ട ഉമ്മയുടെ മോനും കുരിശുമാലയാണ് ഞാൻ മദറിന്റെ മകനും. എല്ലാ മതമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ കടന്നോട്ടെ, നമുക്ക് അതിലൊന്നും ഒരു കുഴപ്പമില്ല. മതം ഇല്ലാത്ത എത്ര ആളുകളുണ്ട്, അവർക്കൊക്കെ ഇവിടെ സന്തോഷമായി കഴിയണം. പക്ഷേ മതത്തിന്റെ പേരിൽ പള്ളിയുടെ ഇപ്പൊ ഞാൻ ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞ ഇതാണ്, പള്ളിയിലെ നിലവിളക്കൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞാൽ ഇത് വേറെ എന്തോന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വരും. നിലവിളക്കുകൾ ഉണ്ടല്ലോ പള്ളിയിൽ, പൊന്നാനി പള്ളിയിലുണ്ട്, പല മക്കാമുകളിലും ഉണ്ട്. അതുകൊണ്ട് കൃത്യമായി മിനിറ്റ്സിലൊക്കെ എഴുതി വെച്ചേക്കണം, ഇത് മുസ്ലിമിന്റെ പള്ളിയാണ്, ഇത് മുസ്ലിമായ ഇന്ന വലിയന്റെ മക്കാമിലേക്ക് നേർച്ചയാക്കി കിട്ടിയ പിന്നെ നിലവിളക്കാണ്. ഇതൊക്കെ എഴുതി പിടിപ്പിച്ചോളി, കൃത്യമായിട്ട് എഴുതി വെച്ചോളി. ഇല്ലെങ്കിൽ നാളെ പറയും ഇതൊക്കെ വേറെ ആണെന്ന് പറയും. അതാണ് എന്ത് കണ്ടാലും. ഇപ്പൊ ഇന്നിപ്പോ ഞാനത് പറയുന്നില്ല, പറഞ്ഞാൽ അതിന് പിന്നെ നാളെ പ്രശ്നങ്ങളായി അങ്ങനെ പോകും. വേണ്ട, അതൊന്നും നമുക്ക് വേണ്ട. ഞാൻ പറയുന്നത്, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ദൗത്യം സന്തോഷമായി പറയും. ഇവിടുത്തെ ഹിന്ദു സഹോദരങ്ങൾക്ക് സന്തോഷമാണ് നമ്മൾ മുസ്ലിമാണെന്ന് പറയുന്നത്, അല്ലേ? അടുത്തൊരു ഹിന്ദുവാൻ, നമ്മൾ പറയില്ലേ നല്ല ഹിന്ദുവാൻ എന്ന് പറഞ്ഞാൽ അവൻ ആരും ഉപദ്രവിക്കൂല. അവന് ഇവിടുത്തെ ബാങ്ക് വിളിയുടെ വിഷയത്തിൽ നിങ്ങൾ നോക്ക്, കർണാടകയിൽ മിനിങ്ങാന്ന് അടുത്ത ആഴ്ചത്തെ 3-4 പരിപാടിയാണ് കർണാടകയിൽ ക്യാൻസലായത് മഴ കാരണം. കഴിഞ്ഞ ആഴ്ചയും ഞാൻ ഞായറാഴ്ചയും ഞാൻ കർണാടകയിലായിരുന്നു. ഞാൻ പറഞ്ഞത്, കർണാടകയിൽ ബാങ്ക് വിളി, ഇവിടുത്തെ ബാങ്ക് വിളിക്കെതിരെ ആദ്യമായിട്ട് ബാങ്ക് വിളി നിർത്തരുതെന്ന് പറഞ്ഞു വന്ന് രംഗത്ത് വന്ന ഹിന്ദുക്കളാണ്. നമുക്ക് കൃത്യമായി സമയം അറിയാം. ലുഹറിന്റെ ഇന്ന സമയം 15 മിനിറ്റ് കഴിഞ്ഞാൽ ഇഖാമത്ത്, മഗ്രിബിന് ഇന്ന സമയം 3 മിനിറ്റ് കഴിഞ്ഞാൽ ഇഖാമത്ത്, സുബഹിക്ക് ഇന്ന സമയം അരമണിക്കൂർ കഴിഞ്ഞാൽ ഇഖാമത്ത്, ഇശാക്കാണെങ്കിൽ ഇന്ന സമയം ബാങ്ക്, ഹദ്ദാദുകളുണ്ട് 20 മിനിറ്റ് കഴിഞ്ഞ് ഇഖാമത്ത്. ഇതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം, സമയം അറിയാം. പക്ഷെ ഇതൊന്നും നിസ്കാരത്തിന്റെ സമയമൊന്നും അറിയാത്തത് കൊണ്ട് ബാങ്ക് ഇവിടെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന ആരാന്നറിയോ? ഇവിടുത്തെ ഹിന്ദു സഹോദരങ്ങളാണ്.
ക്രിസ്ത്യാനികളാണ്. എന്തുകൊണ്ടെന്നറിയോ? അവർ പറഞ്ഞു, ഈ അടുത്ത സമയത്ത് ഈ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞു ഇത് ബാങ്ക് നായയുടെ കുരയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ 40 വേദികളിൽ ബാങ്ക് വിളി നാടിന് ഐശ്വര്യം എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു. അന്ന് ഇത്രയും സോഷ്യൽ മീഡിയ സജീവമല്ല. ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ, അന്ന് ഒരു ഹിന്ദു കുടുംബം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്നറിയോ? ഞങ്ങൾ നേരം വെളുത്ത് എഴുന്നേറ്റുകൊണ്ട് ഞങ്ങൾ പ്രഭാത പ്രാർത്ഥനകൾ നിർവഹിക്കുന്ന പള്ളിയിലെ രാവിലത്തെ ബാങ്ക് കേട്ടിട്ടാണ്. അതേത് ബാങ്കാ? സുബഹി. ഞങ്ങൾ ഓഫീസിൽ പോകുമ്പോ ഉച്ചയ്ക്ക് ഊണിന് സമയമായി എന്ന് ഞങ്ങൾ അറിയുന്നത് പള്ളിയിലെ ബാങ്ക് കേൾക്കുമ്പോഴാ. ഏത്? ളുഹർ. ജോലി മതിയാക്കാൻ സമയമായി, കൂടണയാ സമയമായി എന്ന് ഞങ്ങൾക്ക് ബോധ്യം വരുന്നത് പള്ളിയിലെ ബാങ്ക് കേട്ടിട്ടാ. ഏത്? അസർ. സന്ധ്യാദീപം കൊളുത്താറായി, മക്കളെയൊക്കെ അകത്ത് കയറ്റി കിട്ടും. പിന്നെ അവരെ കൊണ്ട് ചൊല്ലിപ്പിക്കേണ്ട മന്ത്രങ്ങൾ ഇതൊക്കെ ചൊല്ലിപ്പിക്കാൻ സമയമായി എന്ന് ഞങ്ങൾക്ക് ബോധ്യമാകുന്നത് പള്ളിയിലെ ബാങ്ക് കേൾക്കുമ്പോഴാ. മഗ്രിബ് എല്ലാം അവസാനിപ്പിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് കിടക്കാൻ സമയമായി എന്ന് ഞങ്ങൾ അറിയുന്നതും പള്ളിയിലെ ബാങ്ക് കേട്ടിട്ടാ. ഇശാ. എത്ര സന്തോഷമാണ്! ഇവിടെ ആർക്കും പരാതിയില്ല, ഇവിടെ പരിഭവങ്ങളില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും എന്തുണ്ടായിരുന്നാലും 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യുവോ എന്നാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ഒന്ന്, അല്ലാഹ് പറയുകയാണ് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക. അല്ലാഹുവിനെ നീ പ്രകീർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഏത് പരീക്ഷണം വന്നാലും പതറരുത്. ഉറക്കെ ഉറക്കെ നീ പറയണേ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഹോദരങ്ങളെ, ഉറക്കെ ഉറക്കെ പറഞ്ഞോ. ഈ പറയുന്ന ദിക്ർ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിക്റാക്കി മാറ്റിക്കോ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ അർശ് ചുമക്കാൻ അള്ളാഹുവിന്റെ മാലാഖമാർക്ക് കഴിയാതെ വന്നപ്പോൾ, ആ മാലാഖമാർക്ക് അർശ് ചുമക്കാൻ കഴിയാതെ വന്നപ്പോൾ അള്ളാഹു പറഞ്ഞു, ഓ മലായിക്കത്തുകളെ, അർശിനെ ചുമക്കാൻ നിങ്ങൾക്ക് ഭാരമില്ലാതിരിക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞു തരാൻ, നിങ്ങൾ ചൊല്ലുവോ? മലായിക്കത്തുകൾ പറഞ്ഞു ചൊല്ലാ. അവരോട് അള്ളാഹു പറഞ്ഞു, ഖൂലൂ സുബ്ഹാനല്ലാഹ്, നിങ്ങൾ സുബ്ഹാനല്ലാഹ് ചൊല്ലണേ. പിന്നെ മലായിക്കത്തുകൾ ഇത് തന്നെയാ എപ്പോഴും ചൊല്ലിയത്, സുബ്ഹാനല്ലാഹ്, 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 സുബ്ഹാനല്ലാഹ്. അവർക്ക് ഇതല്ലാതെ വേറെ ഒന്നുമില്ല. അങ്ങനെ വന്ന് ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുമ്പോ ആദം നബി അലൈഹിസ്സലാം ആദം തുമ്മുകയാ. ആദം നബി അലൈഹിസ്സലാം തുമ്മിയപ്പോ അല്ലാഹ് പറഞ്ഞു, ഖുലിൽ ഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് പറ ആദമേ, അല്ലാഹുവിനെ സ്തുതിക്കണം ആദമേ. ആ സമയത്ത് ആദം നബി അലൈഹിസ്സലാം അൽഹംദുലില്ലാഹ് പറഞ്ഞു. ഇത് മലായിക്കത്തുകൾ കേട്ടു. പിന്നെ അവർ ആ അൽഹംദുലില്ലാഹ് കൂടി സുബ്ഹാനല്ലാഹിൽ ചേർത്ത് വെച്ചു. അവരെപ്പോഴും പറയാൻ തുടങ്ങി, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ്. ഇതല്ലാതെ മറ്റൊന്നുമില്ല. അങ്ങനെ വന്ന് ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹ് പടച്ചപ്പോ 950 വർഷക്കാലം ദഅവത്ത് നടത്തിയപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലം മുതലാണ് വിഗ്രഹാരാധന ആരംഭിച്ചത്. അവിടെ മുതലാണ് മനുഷ്യബുദ്ധിയെ പരസ്യമായിട്ട് അവഹേളിക്കുന്ന ശിലാവിഗ്രഹങ്ങളുടെ പൂജ തുടങ്ങിയത്. ആ സമയത്ത് അവരോട് അല്ലാഹുവിന്റെ തീരുമാനം അറിയിച്ചു, നൂഹ് നബിയെ പറയൂല ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്ന് ധീരമായി പറ. ഇത് മലായിക്കത്തുകൾ കേട്ടു. അവരിതും കൂടി അതിനോടൊപ്പം ചേർത്തു. പിന്നെ അവരെപ്പോഴും ചൊല്ലാൻ തുടങ്ങി, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ വന്ന് കാലം കഴിഞ്ഞു. മനുഷ്യനാഗരികതയുടെ പ്രപിതാമകൻ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പൊന്നുമോനെ അറുക്കാൻ ബിനാ താഴ്വരയിലും മലത്തിക്കടത്തിയിട്ട് കഴുത്തിലേക്ക് കത്തിവെച്ചപ്പോ അല്ലാഹു ഒരു ആടിനെ പകരം കൊടുത്തിട്ടും മതി ഇബ്രാഹിം, നീ വിജയിച്ചു ഇബ്രാഹിം എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹ് തോന്നിപ്പിച്ചു കൊടുത്തു. ഇബ്രാഹിം നബി ഉറക്കെ വിളിച്ചല്ലോ
അല്ലാഹു അക്ബർ. ഇത് മലായികത്തുകൾ കേട്ടു. അന്ന് ഇതും കൂടി അവരെ ചേർത്ത് പറഞ്ഞു. എന്ത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇത് വെറും കഥയല്ല. റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബിന്റെ ചാരത്ത് കടന്നു വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളോട് പറഞ്ഞു കൊടുത്ത കാര്യമാ. ഇത് കേട്ടപ്പോ നബി തങ്ങൾ അറിയാതെ പറഞ്ഞതെന്തെന്നറിയോ? ഈ ദിക്റുകളുടെ വഴി കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഇരുന്ന് പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇത് കേട്ട ജിബ്രീൽ പറഞ്ഞു, നബിയേ, അങ്ങക്കും അങ്ങയുടെ സമുദായത്തിനും ഇതങ്ങ് ചേർത്ത് പറഞ്ഞൂടെ? അതുകൊണ്ട് ഏറ്റവും മൂല്യവത്തായ അർത്ഥവത്തായ ദിക്റാണ് പെരുന്നാൾ നമസ്കാരത്തിന്റെ ഓരോ തക്ബീറിന്റെ ഇടയിലും നമ്മൾ ചൊല്ലുന്നു. തസ്ബീഹ് നമസ്കാരത്തിൽ 300 പ്രാവശ്യം നമ്മൾ ചൊല്ലുന്നു. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സഹോദരങ്ങളെ, ധീരമായി പറഞ്ഞു, ആവേശത്തോടെ പറഞ്ഞു, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്. ഇവിടെ എന്ത് തകർന്നാലും, നമ്മുടെ ഏറെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടാലും, എന്തുദ്യോഗം നഷ്ടപ്പെട്ടാലും, ഇവിടെ തകർച്ചകൾ വന്നാലും, ആകാശം പൊട്ടിപ്പിളർന്നാലും, ഭൂമി കുട്ടിപ്പൊളിക്കപ്പെട്ടാലും, സാഗരങ്ങൾ കരയിലേക്ക് അരച്ചു കയറിയാലും, എന്തു വന്നാലും, കൊടുങ്കാറ്റടിച്ചു വീശിയാലും, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്. അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ പ്രകീർത്തനങ്ങൾ നടത്തിക്കോ. അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ തസ്ബീഹുകൾ ചൊല്ലിക്കോ. എപ്പോഴാണ്? പട്ടാപ്പകല് മാത്രമല്ല. അല്ലാഹു പറയുകയാണ്, ഫസ്ബിർ, നബിയേ, അങ്ങ് ക്ഷമിക്കണം. അലാമായ ഖൂലൂ, അങ്ങ് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു വിഭാഗം ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അങ്ങയെ പറ്റിയിട്ട് മാരണക്കാരനെന്ന് പറയുന്നുണ്ട്, ഭ്രാന്തനെന്ന് പറയുന്നുണ്ട്, കൊള്ളക്കാരനെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോ നബിയേ, അവര് പറയുന്നത് കേട്ടിട്ട് സങ്കടപ്പെടല്ലേ, ക്ഷമിക്കണം നബിയേ. എന്നിട്ട് വസബ്ബിഹ് ബിഹംദി റബ്ബിക, അങ്ങ് അല്ലാഹുവിന് വേണ്ടി തസ്ബീഹുകൾ ചൊല്ലണം. എപ്പോഴെന്നറിയോ? ഖബ്ല തുലൂഇ ശംസി. ഈ സമയം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തു വെക്കണേ. ഖബ്ല തുലൂഇ ശംസി, ഇത് വിശുദ്ധ ഖുർആനാണ്. ഖബ്ല തുലൂഇ ശംസി, അല്ലാഹ് പറയുന്നു സൂര്യോദയത്തിന് മുമ്പ്. ഖബ്ല തുലൂഇ ശംസി, സൂര്യോദയത്തിന് മുമ്പ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പെന്ന് പറഞ്ഞാൽ സുബ്ഹി നിസ്കാരത്തിന് ശേഷമെന്ന. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം മറക്കല്ലേ. ഒന്ന്. രണ്ടാമതല്ല പറയുന്നു, ഖബ്ല ഖുറൂബിഹാ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്, അഥവാ അസറിന് ശേഷമെന്ന. എന്റെ സഹോദര, ഈ സമയങ്ങളിൽ സുന്നത്ത് നിസ്കാരം പോലുമില്ല. അസറിന് ശേഷവും സുബഹിക്ക് ശേഷവും സുന്നത്ത് നിസ്കാരമില്ല. എന്തുകൊണ്ടെന്നറിയോ? നിങ്ങൾ തോന്നിയതുപോലെ നടന്നോ എന്ന അർത്ഥത്തിലല്ല. ആ സമയം നിങ്ങൾക്ക് വേറെ പണിയാ. ആ സമയത്ത് സുന്നത്ത് നിസ്കാരമല്ല നിങ്ങളുടെ പണി. നിങ്ങളുടെ പണി ഏതാണെന്ന പണിയാ. സുബഹിക്ക് സൂര്യോദയത്തിന് മുമ്പ്, അതുപോലെ സൂര്യാസ്തമയത്തിന് മുമ്പ്. പിന്നെ ഒരു സമയമല്ല പറഞ്ഞു, എപ്പോഴെന്നറിയോ? പാതിരാത്രിയുടെ നിശബ്ദതയുടെ നിഗൂഢതയുണ്ടല്ലോ. ജനങ്ങളെ കിടന്നിറങ്ങുമ്പോ നിശയുടെ നിശബ്ദതയില്, ഇരുളിന്റെ ചുരുളില്, പാതിരാത്രിയുടെ ഉള്ളില് നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലണേ. അള്ളാന്റെ വിശുദ്ധ ഖുർആനാ സഹോദരങ്ങളെ. അതുകൊണ്ട് വളരെ കൃത്യമായി അള്ളാനെ പ്രകീർത്തിക്കേണ്ട സമയം പോലും അല്ലാഹ് നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാ. അതുകൊണ്ട് സഹോദരാ, അള്ളാന് വേണ്ടി തസ്ബീഹിലായി നമ്മൾ അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് മുന്നേറുക. ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ്. ഇനി രണ്ടാമതായി അല്ലാഹ് പറഞ്ഞതെന്തെന്നറിയോ? ഒന്നാമതായി അള്ളാഹുവിന് വേണ്ടി നമ്മൾ തസ്ബീഹ് ചൊല്ലും. എപ്പോഴാ? സുബഹിക്ക് ശേഷം. എപ്പോ? സൂര്യോദയത്തിന് മുമ്പ്. പിന്നെപ്പോഴാ? അസ്റിന് ശേഷം, അഥവാ സൂര്യാസ്തമയത്തിന് മുമ്പ്. അള്ളാഹു എത്ര കൃത്യമാക്കി നമുക്ക് പഠിപ്പിച്ചു. രാത്രി കിടന്നുറങ്ങാതെ നീ എഴുന്നേറ്റിരുന്ന അള്ളാഹുവിനെ പ്രകീർത്തിക്ക്. സുബ്ഹാനല്ലാഹ്, നീ എത്ര പരിശുദ്ധനാണ്, നീ എത്ര പരിശുദ്ധനാണ്.
എന്ന് നിങ്ങൾ പറയും. ഒന്നാമതായി അള്ളാഹു നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. എല്ലാം ഉരുകിപ്പോകും. നമ്മളൊരു വലിയ ബോംബ് വെക്കാൻ ഇസ്ലാം പഠിപ്പിച്ചില്ല. ആ ബോംബിനേക്കാൾ വീര്യമുള്ള ഒരു കാര്യമുണ്ട്. എന്തെന്നറിയോ? ഒരു തുള്ളി കണ്ണുനീരിന് സർവ്വതിനെയും നിർവീര്യമാക്കാൻ, സർവ്വതിനെയും നശിപ്പിച്ചു കളയാൻ സംഹാരശേഷിയുള്ള ഒന്നാണ്. പാതിരാത്രി നമ്മൾ എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് നമസ്കാരപ്പായിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ കൈനീട്ടിട്ട് കരയുമ്പോൾ നമ്മുടെ കവിൾത്തടത്തിലൂടെ ഇറ്റുവീഴുന്ന ഒരു തുള്ളി കണ്ണുനീർ, ഒറ്റ തുള്ളി കണ്ണുനീർ, അത് മതി ഒരു സാമ്രാജ്യം മുഴുവനും നശിക്കാൻ. അത് മതി. ഇവനെയൊക്കെ അള്ളാഹു പാഠം പഠിപ്പിക്കും. ഇവനെയൊക്കെ അള്ളാഹ് പാഠം പഠിപ്പിക്കും. പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ ക്രൂരമായിട്ട് കണ്ടില്ലേ? ഇസ്രയേലിലെ പട്ടാളം ചെയ്യുന്നത് കണ്ടില്ലേ? ഫലസ്തീനിലെ പാവപ്പെട്ട പൊന്നു സഹോദരങ്ങളെ കൈകെട്ടിയിട്ട്, പിന്നിൽ കൈകെട്ടിയിട്ട്, ഒരു വലിയ കുഴിയെടുത്തിട്ട് കുഴിയുടെ മുമ്പിൽ ചെന്ന് നിർത്തിയിട്ട് കണ്ണ് കെട്ടിയിട്ട് ചവിട്ടി കുഴിയിലേക്കിട്ട് ആ കുഴിയിലേക്ക് ചെന്ന് വീഴുമ്പോൾ ആദ്യം വീഴുന്നവർക്ക് ശേഷം വീഴുന്നവർ ആദ്യം വീഴുന്നവരുടെ തലയിലേക്കും മുതുകത്തേക്കും നെഞ്ചത്തേക്കും വീഴുമ്പോൾ വെടിവെച്ചിട്ട് ആഹ്ലാദിക്കുന്ന ആളുകളുണ്ടല്ലോ. യവനൊക്കെ അനുഭവിക്കാതെ മരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അള്ളാഹു ഇപ്പൊ അങ്ങോട്ട് അഴിച്ചു വിട്ടിരിക്കുക. അള്ളാഹ് പിടിച്ചു കെട്ടും. ഇത് ചൂണ്ടയിടലാ. ഇത് ചൂണ്ടയിടലാണ്. ചൂണ്ടക്കാരൻ ഈ പാലത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ചൂണ്ടയിടുന്ന ഒരുത്തൻ എങ്ങനെയാ ചൂണ്ടയിടുന്നത്? ചൂണ്ട അങ്ങോട്ട് ഇട്ടിട്ട് മീൻ കൊത്തും മുമ്പ് തന്നെ ചുറ്റി പിടിക്കില്ല. മീൻ കൊത്തിയാലും പിടിക്കില്ല. മീൻ കൊത്തിയാൽ ഈ നൂൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. കൊത്തിക്കോ, നന്നായിട്ട് കൊത്തിക്കോ, നീ നന്നായിട്ട് ഇതിൽ പിടിച്ചെന്ന് ബോധ്യം വരുമ്പോ ഒരൊറ്റ പിടിഞ്ഞ് പിടിക്കും. ഇല്ലേ? വള്ളക്കാരൻ അങ്ങനെയല്ലേ? ചൂണ്ടക്കാരൻ അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഇതാണ് തഫ്സീറുകളിൽ എന്താണ് ഉസ്താദ്? ഇസ്തിദ്റാജ് അല്ലേ? ചൂണ്ടയിട്ട് പിടി. ഇസ്തിദ്റാജ് എന്നാണ് ഇതിന് പറയുന്നത്. ചൂണ്ടയിട്ട് പിടി. പകയന്മാരെ പടച്ചോൻ പന പോലെ വളർത്തും. അല്ല, ഇങ്ങനെ അങ്ങോട്ട് വളർത്തിക്കൊണ്ടുപോകും. ഞാനിത് പറയുന്നത് നമ്മുടെ ഹിന്ദു സഹോദരങ്ങളെ പറ്റിയിട്ടല്ല, ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഞാൻ പറഞ്ഞല്ലോ, അവര് നമ്മുടെ ഭാഗമാണ്. അവര് നമ്മുടെ ഭാഗമാണ്. ഇന്നും ഈ സമുദായത്തിലെ പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹം കാണിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ടെന്നറിയോ? നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ നല്ലതാക്കണം. അള്ളാഹു നമുക്ക് ബാക്കിയുള്ള എല്ലാ ആളുകളുടെ സ്നേഹം അവരുടെ ഹൃദയത്തിൽ നമ്മളോട് താല്പര്യം തോന്നിപ്പിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മുസ്ലിം ആവണം. അതുകൊണ്ട് റബ്ബിനെ പ്രകീർത്തിക്കുക. ഒന്ന്, ഞാൻ ചുരുക്കി പറയാൻ. രണ്ട്, അള്ളാഹു പറഞ്ഞു വക്കും വക്കും ഓ പ്രവാചകരെ, അങ്ങ് സുജൂദിൽ വീഴു നബിയേ, അങ്ങ് നമ്മുടെ ശിരസ്കരാമു നബിയേ. ഏറെ പ്രയാസമുണ്ടെങ്കിലും നബി തങ്ങൾ ചെയ്തതെന്താ? കാനൈദാ ഹസബഹു അംറുൻ ഫസഅ ഇലസ്സലാ. ഏത് ദുഃഖം വന്നാലും ഹബീബ് ചെയ്യുന്നത് ഓടി പള്ളിയിൽ പോകലാ. എന്നിട്ട് ബിലാലിനോട് പറയും, യാ ബിലാൽ അരിഹ്നാ ബിലാൽ, എന്നെ ഒന്ന് കുളിര്, എന്നെ ഒന്ന് സന്തോഷിപ്പിക്ക് ബിലാൽ, എന്നെ ഒന്ന് കുളിരാക്ക് ബിലാൽ. എന്താ ബിലാലിനെ കുളിരാക്കുന്ന എന്തെങ്കിലും കയ്യിലുണ്ടോ? കൊണ്ട് അത് ബാങ്ക് കൊടുക്കും, നിസ്കരിക്കും, പള്ളിയിലേക്ക് വരും. നമുക്ക് പ്രതിസന്ധി ഉണ്ടായപ്പോ 2 വർഷം പള്ളി പൂട്ടിയിട്ട്. എന്നാ പള്ളി പൂട്ടാൻ പാടുണ്ടോ? ഇല്ല. പിന്നെ പള്ളി, ചില ആളുകളൊക്കെ പള്ളിയുടെ മുമ്പിൽ അല്ലാഹു ഇവിടെ എന്താണെന്ന് എനിക്കറിയില്ല, ഞാനൊരു സ്ഥലത്തെ പറ്റി പറയുന്നതല്ല, പൊതുവെ ഇവിടെ അങ്ങനെ എഴുതി വെച്ചെങ്കിൽ അത് മാപ്പാക്കി ഞാൻ പറയുന്നത്, അത് തെറ്റാണെന്ന് പറയുന്നതിലും എനിക്ക് ഭയമില്ല. ചില പള്ളികളിലൊക്കെ എഴുതി വെച്ചെന്താണെന്നറിയോ? അന്യ ജമാഅത്തുകാർക്ക് പ്രവേശനമില്ല. ഇവിടെ അങ്ങനെ എഴുതി വെച്ചില്ലല്ലോ, അൽഹംദുലില്ലാഹ്, സമാധാനായി. അന്യ ജമാഅത്തുകാർക്ക് അന്യ മഹല്ലുകാർക്ക് പ്രവേശനമില്ല. ഈ അന്യ ഏതാണ്? അമേരിക്കയിൽ നിന്നൊരു മുസ്ലിം വന്ന്, പാകിസ്ഥാനിൽ നിന്നൊരു മുസ്ലിം വന്ന്, ബംഗ്ലാദേശിൽ നിന്നൊരു മുസ്ലിം വന്ന്, നെതർലാൻഡിൽ നിന്ന്, സ്വിറ്റ്സർലാൻഡിൽ നിന്നും ഫിൻലാൻഡിൽ നിന്നൊരു മുസ്ലിം വന്ന്, ആ മുസ്ലിം ഈ പള്ളിയിൽ വന്ന്, മുസ്ലിം പള്ളിയിൽ വന്നാൽ പുറക്കാട് പഴയങ്ങാട് നീ ആരടാ, എവിടെ നിന്ന് വന്നടാ എന്ന് ചോദിക്കാൻ അവസരമില്ല, അവകാശമില്ല. കാരണം നിനക്കെന്ത് അവകാശം ഇവിടെ ഉണ്ടോ അത് ഈ വന്നവനുമുണ്ട്. കാരണം അള്ളാഹ്നെ വഖഫ് ചെയ്ത ലോകത്തുള്ള മുസ്ലിങ്ങൾക്ക് എല്ലാം ഒരുപോലെയായി. പിന്നെ
നമ്മുടെ മഹല്ല് സംവിധാനം അനുസരിച്ച് നമ്മുടെ സുഭദ്രമായ നമ്മുടെ പള്ളിയുടെ, നമ്മുടെ മഹല്ലത്തിന്റെ, നാടിന്റെ ഏറ്റവും നല്ല ഒരു നടത്തിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ രാത്രി ആരെയും കിടക്കാൻ അനുവദിക്കില്ല. ആരാ വന്ന് കിടക്കുന്നത്, ബാഗിൽ എന്താണെന്നോ അറിയില്ല. ഇത് വരുന്നവൻ മുസ്ലിം തന്നെ ആകണമെന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് പലപ്പോഴും നമ്മൾ പള്ളികളിലെ ചില നിയമങ്ങൾ, റൂൾ വെക്കുന്നു എന്നതിനപ്പുറത്ത് അവകാശം എല്ലാവർക്കും ഒരുപോലെയാണ്. അന്യ മഹല്ലുകാർക്ക് പ്രവേശനമില്ല, എഴുതി വച്ചിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കടത്തോടു കൂടിയാണ് ഓർക്കുക, അങ്ങനെ എഴുതി വെക്കേണ്ട അവസ്ഥയുണ്ടായി. പള്ളിയിൽ വരുമ്പോ പറ്റില്ല, നിസ്കരിക്കാൻ പറ്റില്ല. നിസ്കരിക്കാൻ നിങ്ങൾ ആരാ പറഞ്ഞത് നിസ്കരിക്കാൻ? എത്ര പള്ളികളിൽ നിന്ന് ആൾക്കാർ ഇറക്കി വിട്ടിട്ടുണ്ടെന്ന് അറിയാമോ? നിങ്ങൾ നിസ്കരിക്കാരാ പറഞ്ഞത്? ഇപ്പൊ ഏറ്റവും ഒടുവിൽ കോവിഡ് 2ാമത് 4ാമത് വരുന്നു എന്നിങ്ങനെ പറയുന്ന ഘട്ടത്തില് ചിലപ്പോ ആരാധനാലയങ്ങൾ ഒന്നുകൂടി, ചിലപ്പോൾ അവിടെ ആരാധനാലയങ്ങളിൽ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് വരുത്തേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി പറയാതെ പറഞ്ഞപ്പോ ഒരു പള്ളിയിൽ ജുമാ സമയത്ത് ഓടിയെത്തി ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഇവിടെ ജുമാ ഒന്നുമില്ല, ഓർഡറാന്ന് പറഞ്ഞ് അവൻ കരഞ്ഞുകൊണ്ട് എന്റെ പള്ളിയിൽ കയറി വന്നു. ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ആ പള്ളിയിൽ കാണിച്ചത് ഇങ്ങനെയാണ്. പൂട്ടാൻ പറഞ്ഞില്ല, പൂ എന്നേ പറഞ്ഞുള്ള അപ്പോഴേ പൂട്ടി. കരുതിരി, കാരണം മൊയിലിയാർക്ക് ശമ്പളം കൊടുക്കണ്ടല്ലോ. ഇതൊക്കെ എവിടെ കൊണ്ട് വെക്കും എന്റെ പ്രിയപ്പെട്ട പരിപാലന സമിതി അംഗങ്ങളെ? നിങ്ങളോടല്ല, കേരളത്തിലെ മുഴുവൻ പരിപാലകരോടും ചോദിക്കുകയാ, പള്ളിയിലെ വിലക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? അധികാരം തന്നത്? നമ്മുടെ നല്ല നടത്തിപ്പിന് വേണ്ടി സാമൂഹികമായ അകലം പാലിച്ചുകൊണ്ട്, മാസ്ക് വെച്ച് അകലം പാലിച്ചത് കൊണ്ട് കുറെ രോഗമൊക്കെ ഒഴിവായി, ശരി. പക്ഷേ പള്ളി പൂട്ടാതെ പള്ളിയിൽ 5 പേര് അല്ലെങ്കിൽ 4 പേര് 3 പേര് ജമാഅത്ത് മുടക്കാതെ നിസ്കരിച്ചൂടായിരുന്നോ? എത്ര പള്ളികളെ പൂട്ടിയിട്ടിട്ട് അവസാനം വന്നപ്പോ ഏതാ പള്ളി ഖബറിലെ മുഴുവൻ മൈലാഞ്ചിയും ഇവിടെ മെഹ്റാബിനകത്ത് പൊടിച്ചിരിക്കാൻ തുടങ്ങി. പള്ളി ഏത്, ഖബർസ്ഥാൻ ഏത്, ബാത്റൂം ഏതെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയായി. എത്ര പള്ളികളാ അങ്ങനെ ഇപ്പോഴും അവിടെ അങ്ങറ്റ നിൽക്കുന്നു, ഇവിടെ നിൽക്കുന്നു. ഞാനൊരു യാത്ര കഴിഞ്ഞ് വരുമ്പോഴാണ് കൊട്ടാരക്കര എന്ന് പോകുമ്പോൾ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി കയറി. ഈ കോവിഡ് മൂത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ 3 സഹോദരങ്ങളും ഉണ്ട്. കയറുമ്പോൾ ചെറിയ നിസ്കാര പള്ളിയാണ്, നിസ്കരിക്കാൻ സ്ഥലമില്ല. ആകെ 4 പേരേ ഉള്ളൂ. ഇമാമ് നിൽക്കുന്നു, ഒരാൾ വടക്കേപ്പുറത്ത്, ഒരാൾ തെക്കേപ്പുറത്ത്, ഒരാൾ പടിഞ്ഞാറിന്റെ വടക്കേപ്പുറത്ത്, ഒന്ന് പടിഞ്ഞാറിന്റെ തെക്കേപ്പുറത്ത്. 4 പേര് നിൽക്കാം. അവർ നിൽക്കുന്ന കണ്ടാൽ തന്നെ അറിയാം നമ്മൾ കയറിയെന്ന് അടി വീഴും ഉറപ്പാ. അങ്ങനെ പുറത്ത് നിന്നു, ഞങ്ങൾ പുറത്ത് നിന്നു. ഇവർ പെട്ടെന്നൊരു മഹദ് ഫضലൊക്കെ കാണിച്ചു, ദുആയൊക്കെ പെട്ടെന്ന് ചുരുക്കിയിട്ട് ഇറങ്ങി തന്നിട്ട് നിസ്കരിച്ചോളാൻ പറഞ്ഞു. ഞങ്ങൾ കയറി നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ തൊട്ട് മുമ്പിലെ ചായക്കടയിൽ ഇവന്മാർ 3-4 കൂടെ ഒരുമിച്ചിരുന്ന് പഴംപൊരി വലിച്ചു പിടിക്കും. ഒരുമിച്ചിരിക്കുന്ന 4 കൂടി. അപ്പൊ അപ്പോഴും പടരൂല. ഇത് അഹ്ലുസുന്നത്തിന്റെ കോവിഡാണ്, ഇത് മുസ്ലിം കോവിഡാണ് പള്ളിക്കകത്തുള്ളത്. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇതൊക്കെ പറയും, ചിലപ്പോൾ ആർക്കും ഇഷ്ടപ്പെടൂല. ഇഷ്ടപ്പെടില്ലെങ്കിൽ ഇന്നങ്ങ് വിട്ടേക്ക്, അടുത്ത കൊല്ലം വിളിക്കാതിരുന്നാൽ മതി ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സങ്കടം തോന്നിയിട്ടുണ്ട്. ചില പള്ളികളിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ പ്രഖ്യാപിക്കുകയാണ്. ഇമാം റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ പ്രഖ്യാപനം, മുസല്ല കൊണ്ടുവരാത്തവർക്ക് പുറകിൽ കസേര ഇട്ടിട്ടുണ്ട്, ഇരുന്ന് നിസ്കരിച്ചോളാം. അള്ളാഹ് പറഞ്ഞു നിന്ന് നിസ്കരിക്കാൻ. കഴിവുള്ളവർ നിന്ന് നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ ഫറള 14 ഫറളിൽ 1. അപ്പൊ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്, മുസല്ല കൊണ്ടുവരാത്തവരൊക്കെ ഇരുന്ന് നിസ്കരിച്ചോളാം, കസേര പുറകിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇവന്റെ നിസ്കാരവും ബാത്തിലാക്കി. എന്തെല്ലാം സംഭവങ്ങളാണ് ഇതൊക്കെ. പള്ളിയിൽ പറയാൻ പറ്റുമോ? പറഞ്ഞാൽ പറയും, മുസ്ലിയാരെ ഒരു കാര്യം ചെയ്യും, കമ്മിറ്റിയുടെ തീരുമാനമാണ്, ഇൻഷാ അല്ലാഹ് സന്തോഷമായി പിരിയാം, നിങ്ങൾ വേറെ ജോലി നോക്കിക്കോളി. ഈ മുസ്ലിയാര് 12 വേണ്ട, ഇനി 1 ലക്ഷം തന്നാൽ ഞാൻ നിൽക്കൂല, ഇസ്ലാമിന്റെ വിരുദ്ധമായ ഒരു കാര്യം നടക്കുന്ന പള്ളിയിൽ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിയാരെ കിട്ടാതെ വരും. മുസ്ലിയാരെ കിട്ടാതെ വന്നാൽ എന്താ സംഭവിക്കുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആകെ കുഴയൂലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ജീവിതത്തിൽ നമ്മൾ മതമനുസരിച്ച്, മത നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുക. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറാകരുത്. ഇസ്ലാം കഴിഞ്ഞേ നമുക്ക് എന്തുള്ളൂ, ഇസ്ലാം കഴിഞ്ഞേ നമ്മുടെ രാജ്യമുള്ളൂ എന്ന് നമ്മൾ പറയുന്നില്ല. കാരണം രാജ്യത്തിന്റെ ഓരോ നിയമങ്ങളും ഇസ്ലാമിന്, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളും രാജ്യ നിയമങ്ങൾക്ക്, താല്പര്യങ്ങൾക്ക്, ബഹുമാനപ്പെട്ട ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ല. ഒരു നിയമങ്ങളും ഇസ്ലാമിന്റെ ഏതെങ്കിലും നിയമം ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞാൽ അന്ന് ഈ പണി അവസാനിപ്പിച്ചേക്കാം. അത് ഏതെങ്കിലും 4 കൂലി വാങ്ങുന്ന ഈ പറയപ്പെട്ട ജാതികളെ കൊണ്ട് പറയരുത്. നൽക്ഷമതിയായ ഏതെങ്കിലും അഡ്വക്കേറ്റിനെ കൊണ്ടോ, ഏതെങ്കിലും രാഷ്ട്രീയ വിചക്ഷണനെ കൊണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല വിദ്യാഭ്യാസ വിചക്ഷണനെ കൊണ്ടോ പറയിപ്പിക്ക്. ഇന്ത്യൻ ഭരണഘടനയിലെ ഇന്ന നിയമത്തോട് ഇസ്ലാമിന്റെ നിയമം എതിരാണെന്ന് ഒരിക്കലും ഇല്ല. അള്ളാഹു അങ്ങനെയാ സംവിധാനിച്ചിരിക്കുന്നത്.
അങ്ങനെ പാകിസ്ഥാന്റെ ഭരണഘടന എടുത്താലും ഇസ്ലാമിക നിയമങ്ങൾക്കെതിരല്ല. സൗദി അറേബ്യയിലെ പിന്നെ നിയമം എടുത്താലും ഇസ്ലാമിന്റെ നിയമത്തിനെതിരല്ല. ഇന്ത്യയിലെ, നേപ്പാളിലെ അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. ഒരു സ്ഥലത്തെയും നിയമങ്ങൾ ഇസ്ലാമിന്റെ മക്കൾക്ക് അതനുസരിച്ച് ജീവിക്കുന്നതിന് എതിരല്ല. അത്രയും പരിശുദ്ധമാണ്, പരിപാവനമാണ്, ദൈവികമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ് അവന്റെ നിയമം. അള്ളാഹു അത് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് അള്ളാഹു രണ്ടാമത് പറഞ്ഞത് നിങ്ങൾ സുജൂദ് ചെയ്യുക നബിയേ, സുജൂദ് ചെയ്യുക. സുജൂദ് ചെയ്താൽ നേടാത്തത് എന്താ ഉള്ളത്? സുജൂദ് വീണാൽ എന്താ നേടാത്തതുള്ളത്? ഏത് നേടൂലേ സഹോദരങ്ങളെ? റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ ഖാദിമാണ്. വെള്ളം കൊണ്ട് കൊടുക്കുന്ന, വെള്ളം ചൂടാക്കി കൊടുക്കുന്ന, ഡ്രസ് എടുത്തു കൊടുക്കുന്ന, പാദരക്ഷ എടുത്തു കൊടുക്കുന്ന, വടി പിടിച്ച് നടക്കുന്ന മഹാനായ റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു പലപ്പോഴും നബി തങ്ങൾ കഥകടച്ചാൽ അവിടെ നിന്ന് പോകാറില്ല. നബി തങ്ങളെ അറിയാറുമില്ല. ഒരു ദിവസം നബി തങ്ങൾ രാത്രി പുറത്തിറങ്ങുമ്പോ മുറ്റത്ത് റബീഅത്ത് ബിൻ കഅബ് ഉണ്ട്. എന്നും പോകാറില്ല നബിയെ. എന്താ കാരണം? എനിക്ക് അങ്ങക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഇത്രയ്ക്ക് സ്നേഹമാണോ റബിയ? അതേ നബിയെ, എനിക്കങ്ങ് ജീവനാണ്. അള്ളാന്റെ ഹബീബ് ചോദിച്ചു, ഞാൻ എന്താ പകരം തരേണ്ടത്? നബിയെ, എനിക്കൊരു കാര്യം വേണം, തരുവോ? എന്താ റബിയത്തെ? ചോദിക്ക്. അത് വേറൊന്നുമല്ല നബിയെ, മുറാഫഖതക ഫിൽ ജന്ന. ഇവിടെ വെച്ച് അങ്ങയെ കാണാതിരിക്കുമ്പോ സങ്കടമാണ്, കാണുമ്പോ പെട്ടെന്ന് സന്തോഷം വരും. പക്ഷെ ഞാൻ നാളെ സ്വർഗത്തിലായാൽ അങ്ങ് റഫീഖുൽ അലയില്, ഞാൻ ഇങ്ങ് താഴെ തട്ടില്. അതല്ലെങ്കിലോ ഞാൻ നരകത്തിൽ പോയാൽ തീരെ കാണാൻ പറ്റൂല. അതുകൊണ്ട് ഈ റബീഅത്തിന് വേണ്ടത് മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ അങ്ങയുടെ സാമീപ്യം, സാന്നിധ്യമാണ് വേണ്ടത്. അങ്ങയോടൊപ്പമുള്ള സഹവാസമാണ് വേണ്ടത്. അങ്ങയോടൊപ്പമുള്ള ഫ്രണ്ട്ഷിപ്പാണ് വേണ്ടത്. അങ്ങയോടൊപ്പം ചങ്ങാതിയായി കഴിയലാണ് വേണ്ടത്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞോ, റബീഅത്തെ ഞാനത് തരാമെന്ന് ഇല്ല. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചാൽ അല്ലാഹ് കൊടുക്കാതിരിക്കുകയോ ഇല്ല. പിന്നെ എന്തുകൊണ്ട് റബീഅത്തിനോട് അത് പറഞ്ഞില്ല? റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ, എന്നെ നീ ഒന്ന് ഹെൽപ്പ് ചെയ്യണം പറ്റോ റബീഅ? എങ്ങനെയാ നബിയെ ഞാൻ ഹെൽപ്പ് ചെയ്യേണ്ടത്? നീ സുജൂദ് അധികരിപ്പിച്ചുകൊണ്ട് റബ്ബിനോട് അടുത്ത് എന്റെ സാമീപ്യം നിനക്ക് നേടാൻ കഴിയും. അപ്പൊ ഏറ്റവും വലിയ നിഅമത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകൽ മാത്രമാണോ? അല്ല. ഏറ്റവും വലിയ അനുഗ്രഹം സ്വർഗത്തിൽ ഏതെങ്കിലും മൂലയിൽ നിന്നിട്ട് നമുക്ക് എന്ത് കിട്ടാൻ? കിട്ടുന്നെങ്കിൽ ഫിർദൗസ് തന്നെ കിട്ടണം. അതാ പറഞ്ഞത്, സലുല്ലാ, നിങ്ങൾ അല്ലാഹുവോട് ചോദിക്കുക, ഫിർദൗസ് ചോദിക്കുക. കാരണം അഅലൽ ജന്ന, ഏറ്റവും വലിയ, ഏറ്റവും മുകളിലത്തെ സ്വർഗം. മിൻഹാ തഫജ്ജറൽ അൻഹാർ, അവിടെ നിന്നാണ് വാട്ടർ സപ്ലൈ. ബാക്കി സ്വർഗത്തിന്റെ എല്ലാ സ്ഥലത്തുള്ള വാട്ടർ സപ്ലൈ എവിടെ നിന്ന്? ഈ ഫിർദൗസിൽ നിന്ന്. അള്ളാഹുവിന്റെ അർശിന്റെ തൊട്ട് താഴെയാണ് ഈ ഫിർദൗസ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ ഫിർദൗസ് ചോദിക്കുക എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അവിടെ നമ്മൾ പോവുക എന്ന് മാത്രമല്ല, എന്റെ ഹബീബിനെ, എന്റെ മുത്തിന്റെ, എന്റെ നായകന്റെ, എന്റെ കണ്ണിന്റെ കൃഷ്ണമണി, എന്റെ ഹൃദയത്തിന്റെ തുടിപ്പിന്റെ അടുത്ത് എനിക്കൊന്ന് ചേർന്ന് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്ന ഏറ്റവും വലിയ ആ മുറാഫഖത്ത്, ആ നബിതങ്ങളോടുള്ള ഏറ്റവും വലിയ റഫീഖുൽ അഅലയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് പോയപ്പോൾ, ആ റഫീഖുൽ അഅലയിലേക്ക് എന്റെ ഹബീബ് പോകുമ്പോ അതിന്റെ തൊട്ടടുപ്പ് റഫീഖുൽ അഅലയുടെ തൊട്ട് താഴെയുള്ള മുറാഫഖത്ത്, അതെനിക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? സുജൂദ് വേണം. അതുകൊണ്ട് വകും മിനസ് സാജിദീൻ, ലോകത്തെ ഏറ്റവും വലിയ നിഅമത്ത് നിനക്ക് കിട്ടണമെങ്കിൽ സുജൂദ് ചെയ്താൽ ഇങ്ങ് താഴെ തട്ടിലുള്ള ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് സുജൂദ് കൊണ്ട് പരിഹാരാവൂലേ? അതുകൊണ്ട് കും മിനസ് സാജിദീൻ, സുജൂദിൽ വീട്. എന്നിട്ട് പൊട്ടിക്കരഞ്ഞ റബ്ബിനോട് പറ. കള്ളുകുടിയനെ കാണുമ്പോ, പലിശക്കാരനെ കാണുമ്പോൾ, കള്ളക്കടത്തുകാരനെ, കൊള്ളക്കാരനെ, പിടിച്ചുപറിക്കാരനെ കാണുമ്പോ ഉടനെ എന്ത് വേണം? സുജൂദ് ചെയ്യണം. ശുക്രിന്റെ സുജൂദ്. അവൻ കാണത്തക്ക നിലയിൽ സുജൂദ് ചെയ്യണമെന്നാണ് ഫിഖ്ഹിന്റെ നിയമം. എന്നിട്ട് ഫിഖ്ഹിന്റെ നിയമത്തിൽ ഒന്നുകൂടി പറഞ്ഞു ഫുഖഹാക്കൾ, എന്താണെന്നറിയോ? ചിലപ്പോൾ അവൻ നിന്നെ അതുവഴി ചവിട്ടി താഴ്ത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇടങ്ങേറ് ഭയക്കുന്നെങ്കിൽ നീ അവൻ കാണാതെയെങ്കിലും ഒന്ന് സുജൂദ് ചെയ്യണം. എന്തെന്നറിയോ? റബ്ബേ, യവനെ പോലെ കള്ളൂടിയനായില്ലല്ലോ, യവനെ പോലെ പലിശക്കാരനായില്ലല്ലോ, യവനെ പോലെ കൊള്ളക്കാരനായില്ലല്ലോ എന്ന ശുക്രിന്റെ സുജൂദ് ചെയ്യണം. ക്യാൻസർ രോഗിയെ, ശരീരമാസകലം ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരു രോഗിയെ കാണുമ്പോൾ നീ സുജൂദ് ചെയ്യണം. പക്ഷേ അവൻ കാണരുതത്.
കാരണം അവന് സങ്കടം തോന്നും. ആദ്യം ചെയ്തത് അവനെ കാണിച്ചുകൊണ്ട് ചെയ്യാൻ പറഞ്ഞത് അവന് മനംമാറ്റം വരാനാ. കാരണം എന്നെ കാണുമ്പോൾ വിശ്വാസികൾ സുജൂദ് ചെയ്യുന്നു, അപ്പൊ ഞാൻ അത്രയും നികൃഷ്ടനാണോ? അതുകൊണ്ട് അവന് മാറ്റം വരും. രോഗിയെ കാണുമ്പോ നീ സുജൂദ് ചെയ്, അതവൻ കാണാതെ ചെയ്. അവന് സങ്കടം വരാതിരിക്കാൻ അള്ളാഹു നിന്നെ അന്ധനാക്കിയില്ലല്ലോ. മെനിങ്ങാന്ന് ഞാൻ പറഞ്ഞ സ്ഥലത്ത് ഞാൻ പ്രസംഗത്തിന് പോകുമ്പോ 8 വയസ്സുള്ള ഒരു മോളെ കൊണ്ടുവന്ന് എന്റെ കയ്യിൽ തന്നിട്ട് ആ പിതാവ് അവിടുത്തെ മഹല്ല് പ്രസിഡന്റ് കൂടിയാണ്. ആ പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞത്, ഉസ്താദേ 8 വയസ്സുള്ള എന്റെ പൊന്നുമോൾ, ആ പൊന്നുമോൾക്ക് ജന്മനാ 2 കണ്ണിനും കാഴ്ചയില്ല. 2 കണ്ണിനും കാഴ്ചയില്ല. ആ മകള് ഒരു കിഡ്നിയും ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഉമ്മയുടെ നിറമെന്ത്, വാപ്പയുടെ വർണ്ണമെന്ത്, ആ ഭക്ഷണത്തിന്റെ നിറമെന്ത്, ആകാശത്തിന്റെ നിറമെന്ത്, ഈ വർണ്ണ കാഴ്ചകളൊന്നും കാണാൻ ആ പൊന്നുമോക്ക് കഴിയുന്നില്ല. അല്ലാഹു മുഅ്മിനേ, മൂന്നാമതല്ല പറയുകയാണ്, വഅബ്ദ്. ശ്രദ്ധിച്ചോ, മൂന്നാമത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. അല്ല പറഞ്ഞു, നിങ്ങൾ ആദ്യം അല്ലാഹനെ പ്രകീർത്തിക്കണം. രണ്ടാമത് പറഞ്ഞു, നിങ്ങൾ സുജൂദിൽ വീഴണം. മൂന്നാമത് അല്ല പറയുന്നു, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നിങ്ങൾക്ക് യഖീൻ വരുന്നതുവരെ നിങ്ങൾ അല്ലാഹുവിന് ഇബാദത്ത് എടുക്കണം. ഈ വരികളൊന്ന് ശ്രദ്ധയോടെ എന്നെ കേൾക്കണേ. വഅബ്ദു, നീ ഇബാദത്ത് എടുക്ക് റബ്ബക, നിന്റെ നാഥനെ, ഹത്താ യഅതിയകൽ യഖീൻ, ഉറപ്പ് നിന്റെ അടുത്ത് വരുന്നത് വരെ. ഉറപ്പേതെന്നറിയോ? ഹിയൽ മൗത്ത്, അത് മരണമാണ്. നീ മരിക്കുന്നത് വരെ അല്ലാഹ് ഇബാദത്ത് എടുക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ഇബാദത്ത് നീ എടുക്കുമ്പോ അതിന്റെ പേരിൽ ആളുകളെ മുറവിളി കൂട്ടിയാൽ നീ മരിച്ചാലും അത് മുറുകെ പിടിക്കണേ. മരിച്ചാലും അത് നീ പിടിവിടല്ലേ. നീ മരിച്ചു പോയാലും അതിൽ പ്രശ്നമാക്കണ്ട. കാരണം വഅബ്ദു റബ്ബക, നിന്റെ നാഥനെ ഇബാദത്ത് എടുക്കേണ്ടത് എപ്പം വരെയാണ്? ഹത്താ യഅതിയകൽ യഖീൻ, മരണം വരെ. ഒന്നുകിൽ നീ ഇബാദത്ത് എടുക്കണം, ഒരു ശല്യമില്ല. അല്ലെങ്കിൽ നിനക്ക് ശല്യമുണ്ടായാലോ നീ മരണത്തെ നീ പുൽക്, മരണത്തെ നീ സ്വീകരിക്ക്. എന്നിട്ട് അതുവരെയും നീ ഇബാദത്ത് എടുക്കണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. വഅബ്ദു റബ്ബക ഹത്താ അതാകൽ യഖീൻ, മരണം വരെയും നീ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കണം. ഇത് തന്നെയല്ലേ ഈസാ നബിയോട് പറഞ്ഞത്? ശ്രീ യേശു എന്ന ക്രിസ്ത്യാനികൾ പറയുന്ന റൂഹുല്ലാഹി ഈസാ ബിനു മറിയം, ഈസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് പറഞ്ഞത് എന്താണ്? വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. ഈസാ നബി പറയുകയാണ്, അല്ലാഹു എന്നോട് നിസ്കാരം കൊണ്ട് സക്കാത്ത് കൊണ്ട് കൽപ്പിച്ചു. ഏതുവരെ? മാ ദുംതു ഹയ്യാ, ഞാൻ മരിക്കുന്നത് വരെ. സഹോദരങ്ങളെ ചിന്തിക്ക്, നരകത്തിൽ കിടക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാ. നരകത്തിൽ കിടക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ നരകത്തിന്റെ ഭാഗത്തുകൂടി സ്വർഗാവകാശികൾ നടന്നു പോകുമ്പോ ആ നരകക്കുണ്ടിൽ കിടക്കുന്ന നരകാവകാശികളോട് ഈ സ്വർഗാവകാശികൾ ചോദിക്കുന്നു, എങ്ങനെയുണ്ടടാ? എങ്ങനെ ഉണ്ട്? കിടക്കടാ, അവിടെ കിടക്ക്, അനുഭവിക്കടാ. നീ എന്താ പറഞ്ഞേ? നീ ഇസ്ലാമിനെ പറ്റി എന്താ പറഞ്ഞേ? നീ അള്ളാഹയെ പറ്റി എന്താടാ പറഞ്ഞത്? നീ നബിതങ്ങളെ പറ്റി എന്താടാ പറഞ്ഞത്? കിടക്ക്, നീ അനുഭവിക്കടാ. ഫദൂഖൂ ഫമാലിൽ ളാലിമീന മിൻ നസീർ, ഇന്ന് നിന്നെ സഹായിക്കാൻ ഒരുത്തനും വരില്ല, അനുഭവിച്ചോടാ എന്ന് പറയുന്ന ആ നരകത്തിന്റെ ഇളിഭ്യത, ആ നരകത്തിന്റെ ആ അപഹാസ്യത. ആ സമയത്തിലെ ആളുകൾ ചോദിക്കുമത്രേ, മാ സലകകും ഫീ സഖർ, മാ സലകകും ഫീ സഖർ, നിങ്ങൾ എങ്ങനെയാണ് ഈ സഖറിൽ വീണത്? എങ്ങനെയാണ് നരകത്തിൽ വീണത്? ആ സമയത്ത് അവര് പറയുന്നതെന്തെന്നറിയോ? ലം നകു മിനൽ മുസല്ലീ, ഞങ്ങൾ നിസ്കാരമുള്ളവരായിരുന്നില്ല. വലം നുത്ഇമുൽ മിസ്കി, വലം നകു നുത്ഇമുൽ മിസ്കി, ഞങ്ങൾ അഗതികൾക്ക് ഭക്ഷണം കൊടുത്തില്ല. വകുന്നാ നഖൂമു മഅൽ ഖായിലീൻ,
ഞങ്ങൾ തോന്നിയാസികളോടൊപ്പം കൂടി, ഞങ്ങൾ തോന്നിയാസികളോടൊപ്പം തന്നിഷ്ടക്കാരോടൊപ്പം ഞങ്ങൾ കൂടി. ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാകുമെന്ന് പോലും ഞങ്ങൾ അറിഞ്ഞില്ല. ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ പല്ലിളിച്ചു, നെറ്റി ചുളിച്ചു, ഞങ്ങൾ അതിനെ കളവാക്കി. ഇടയ്ക്ക് മാറണമെന്ന ചിന്ത വന്നില്ല. മരിക്കുന്നത് വരെയും ഞങ്ങളുടെ ജോലി തന്നെയായിരുന്നു. നിസ്കാരമില്ല, പാവങ്ങളെ സഹായിക്കില്ല, തോന്നിയാസത്തോടെ ജീവിച്ചു. ഇങ്ങനെ ഒരു ദിവസത്തെ പറ്റി പറഞ്ഞപ്പോ ആക്ഷേപിച്ചു. സഹോദരങ്ങളെ ചിന്തിക്ക്, 4 കാര്യങ്ങളാ ഇതിൽ പറഞ്ഞത്. ഒന്ന്, അല്ലാഹുമായിട്ടുള്ള കാര്യങ്ങളാണ്. ലം നകു മിനൽ മുസല്ലീൻ, പടച്ചവനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. രണ്ടാമത് പറഞ്ഞത് വലം നകു നുത്ഇമുൽ മിസ്കീൻ, മനുഷ്യരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. 3, വകുന്നാ നഖൂലു മഅൽ ഖായിലീൻ. മൂന്നാമത്തത് തോന്നിയാസത്തോടുകൂടിയുള്ള ജീവിതം, തന്നിഷ്ടത്തോടുകൂടിയുള്ള ജീവിതം. ഒരു രേഖയുണ്ട്, ഒരു മാതൃകയുണ്ട്, ഒരു സംസ്കാരമുണ്ട്. ഇതൊന്നും ചിന്തിക്കാതെ തോന്നിയാസത്തോടെ ജീവിച്ചു. 4ാമത് പറഞ്ഞതെന്താണ്? ആഖിറത്തെ പറ്റി ഒരു ബോധവും ഉണ്ടായില്ല. ഈ 4 തിന്മകൾ നമുക്ക് ഉണ്ടായാൽ നമ്മൾ മരിക്കുന്നത് വരെ ഇതേ നിലപാടിൽ തന്നെയാണെങ്കിൽ, ഇതേ സംസ്കാരത്തിൽ തന്നെയാണെങ്കിൽ, സഹോദരങ്ങളെ, സക്കറന്ന കത്തിയാളുന്ന നരകത്തിൽ അവന് വീഴുമെന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരാ, അള്ളാഹു നമ്മളോട് പറഞ്ഞ 3 കാര്യങ്ങൾ ഏതാണ്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് വകും മിനസ് സാജിദീൻ വഅബ്ദു റബ്ബക ഹത്താ അതാകൽ യഖീൻ. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ ഇത് സൂക്ഷിക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. പൊന്നുപോലെ കാത്തു സൂക്ഷിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളും അള്ളാഹു നമുക്ക് അനുകൂലമാക്കി തരട്ടെ. ഒരു ഘട്ടങ്ങളിലും ആരുടെ മുമ്പിലും നമ്മുടെ ശിരസ് കുനിക്കാതെ, ആരോടും ഒരു ചായയ്ക്ക് പോലും കൈനീട്ടി യാചിക്കാതെ, അള്ളാഹുവിനോട് സർവ്വതും സമർപ്പിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ കരങ്ങൾ നീട്ടി അവന്റെ മുന്നിൽ ഇസ്സത്തിന്റെ, അഭിമാനത്തിന്റെ, അന്തസ്സിന്റെ, പ്രൗഢിയുടെ ഈ ശിരസ് കൊണ്ടുവന്ന നിലത്തു വെച്ച് നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ ലയിച്ചു ചേർന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ നൂറ് നമ്മുടെ വാരിയല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി സർവ്വതും സമർപ്പിച്ച് യഥാർത്ഥ മുസ്ലിമായി, യഥാർത്ഥ മുഅ്മിനായി, മുഖ്ലിസായി അള്ളാഹുവിന് വേണ്ടി വഴിപ്പെടാൻ, അതുവഴി നമുക്ക് നല്ല മരണം പുൽകാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് ആമുഖം ആത്മാർത്ഥമായി ഞാൻ അവസാനമായി ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ദീൻ പറയുമ്പോ 2 കൂട്ടം ആളുകൾ ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. നമ്മൾ അവരെന്ത് ചെയ്യുക? അവഗണിക്കുക. പക്ഷേ ചിന്തിക്ക്, വിശുദ്ധ ഖുർആനിന്റെ തർത്തീബ് നോക്ക്, ആയത്തിന്റെ ക്രമീകരണം നോക്ക്. എങ്കിലും ഉസ്താദേ, എത്ര അവഗണിച്ചാലും, ചില ചെറുപ്പക്കാർ പറയുന്നതാണ്, ഞാനും അക്കൂട്ടത്തിലുള്ള ഒരാളാണ്, ചിരിയൊക്കെ എന്താണ് ഈ എരിവും പുളിയൊക്കെ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്, അങ്ങനെ ഒരാളാ ഞാൻ തുറന്നു പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ എത്രയൊക്കെ അവഗണിച്ചാലും, കളിയാക്കുന്നവർക്ക് അള്ള കൊടുത്തോളൂ എന്നൊക്കെ പറഞ്ഞാലും, യവനൊക്കെ എതിരെ ഒരു വാക്ക് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല. ചില ആളുകൾക്കുള്ള പരിഭവമാണത്. ഹൃദയത്തിൽ വല്ലാത്തൊരു വിഷമം ഉസ്താദ് ഇതൊക്കെ കേൾക്കുമ്പോ എങ്ങനെ പ്രതികരിക്കാതിരിക്കുക? ഇത് അള്ള പറഞ്ഞില്ലേ? അള്ള എന്താ പറഞ്ഞത്? ഓ പ്രവാചകരെ, വലഖദ് നഅലമു അന്നക യളീഖു സദുറക ബിമാ യഖൂലൂൻ ولقد نعلم أنك يضيق صدرك بما يقولون. അവർ അല്ലാഹുവിനെ ആക്ഷേപിക്കുമ്പോ, പുണ്യ പ്രവാചകനെ ആക്ഷേപിക്കുമ്പോ ഇന്ന് വന്ന് എന്താ ചെയ്യുന്നതെന്നറിയോ സഹോദരങ്ങളെ? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പോലും ആക്ഷേപിക്കുകയാ. ഒരു പെണ്ണെന്ന് പോലും പറയാൻ മടിക്കുന്ന, ഒരു പെണ്ണാണോ എന്ന് പോലും ചിന്തിച്ചു പോകുന്ന, ഈ ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ഒരു ജന്മമായ ഒരു മുസ്ലിം പെണ്ണിന്റെ പേരുള്ള, ഞാൻ പേര് പറയുന്നില്ല, അത് പേടിച്ചിട്ടല്ല, ആ പേര് പറഞ്ഞിട്ട് എന്റെ വായ അശുദ്ധമാക്കണ്ട. ആ
പേര് പറഞ്ഞിട്ട് സയ്യിദ് അഹ്മദ് റിഖാബ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഈ മജ്ലിസ് മോശമാക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് അവളുടെ പേര് ഞാൻ പറയാത്തതാണ്. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ബേസ് എന്ന് പറയുന്നത്, അതിന്റെ ബേസ് എന്ന് പറയുന്നത്, അതിന്റെ ഏറ്റവും ആ കേന്ദ്രം എന്ന് പറയുന്നത് ഒരു പെണ്ണ. അവളാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ ആക്ഷേപിച്ചു നടക്കുന്നത്. അവളാണ് ഇടയ്ക്ക് ജുമാ തുടങ്ങിയത്. അവളാണ് മദ്രസയിൽ അധ്യാപികയായി സേവനം അനുഷ്ഠിച്ചിരുന്ന പെണ്ണ്. അത് പെണ്ണെന്ന പേരിനോട് പോലും കടപ്പെടാൻ യോഗ്യതയില്ലാത്ത ഒരു നശിച്ച ജന്മമുണ്ടല്ലോ. ആ പെണ്ണാരയാ പറഞ്ഞത്? എന്റെയും നിങ്ങളുടെയും പുണ്യ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് നമ്മുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീനാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയ, നമ്മുടെ ഉമ്മമാരാണെന്ന് പരിചയപ്പെടുത്തിയ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിന്റെ ചൂടേറ്റ് വാങ്ങിയ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാരെ പറ്റി പോലും വളരെ മോശമായ പദപ്രയോഗങ്ങൾ കൊണ്ട് അല്ലാഹുവിന്റെ ദീനിനെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന വൃത്തികെട്ട ഭദ്രകാളി ജന്മമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധ ദീനിനെതിരെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നിന്നുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കാനുള്ള ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങൾ കിട്ടുമ്പോൾ പ്രതികരിക്കാൻ നമ്മുടെ മനസ്സിൽ വെമ്പൽ കൊള്ളാറുണ്ട്. കാരണം നമ്മുടെ സ്വത്തബോധത്തെ കടന്നാക്രമിക്കുമ്പോൾ അതിനെതിരെ ഒരക്ഷരം പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. നമ്മുടെ ഹൃദയം വേദനിക്കാറുണ്ട്, നമ്മുടെ ഹൃദയം നോവാറുണ്ട്. അതിന് വല്ലാത്ത നീറ്റലാണ്, വല്ലാത്ത വേദനയാണ്. ഇത് അല്ലാഹു തന്നെ പറയുകയാണ്, വലഖദ് നഅലമു, നബിയേ നമുക്കറിയാം, അന്നക യലീഖു സദറുക്, അങ്ങയുടെ ഹൃദയത്തിൽ വല്ലാത്ത പടപ്പുണ്ടെന്ന്, ബിമാ യഖൂലൂൻ, അവര് പറഞ്ഞതിനെ പറ്റി അങ്ങയുടെ ഹൃദയത്തിൽ വല്ലാത്ത സങ്കടമുണ്ടെന്ന് എനിക്കറിയാം നബിയേ, എനിക്കറിയാം പ്രവാചകരെ. ഇത് അല്ലാഹു പറയുകയാണ്. നമുക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? നെതർലാൻഡിൽ ഇരുന്നു കൊണ്ട് ഒരു വൃത്തികെട്ടവൻ, നെതർലാൻഡിൽ ഇരുന്നു കൊണ്ട് അവൻ ഇങ്ങനെ വലിയ ഒരു ചാനൽ പ്രവർത്തിക്കുന്ന, വലിയ ഒരു വാർത്താ ചാനൽ നിയന്ത്രിക്കുന്ന ഒരാളെ പോലെ അവന്റെ കുറെ ഭക്ഷണം കഴിക്കുന്ന ആളുകളെ കൊണ്ടിരുത്തിയിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുക. എന്നിട്ട് അവനിങ്ങനെ മറുപടി പറയാ ഇസ്ലാമിനെ പറ്റി. യവൻ ആരടാ ഇസ്ലാമിനെ പറ്റി മറുപടി പറയാൻ? യവൻ ആരാണ്? ഇങ്ങനെ പറഞ്ഞിട്ട് അവനെതിരെ എന്തെങ്കിലും കേസെടുക്കുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഏതോ ഒരു ഒളിത്താവളത്തിൽ പോയിരുന്ന് 35,000 45,000 മൊബൈൽ എടുത്തു വെച്ചിട്ട് ലൈവ് ഇട്ടുകൊണ്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ആക്ഷേപിക്കുമ്പോൾ, നബിതങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ, ഖുർആനിനെ ആക്ഷേപിക്കുമ്പോൾ, വിശുദ്ധ ദീനിനെതിരെ സംസാരിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, ഇവിടത്തെ നല്ല ഹിന്ദുക്കളായ സഹോദരങ്ങൾ അത് വിശ്വസിക്കൂല. ഇവിടത്തെ ക്രിസ്ത്യാനികളായ നല്ല സഹോദരങ്ങൾ വിശ്വസിക്കൂല. ഇവിടത്തെ ഒരു മതവിശ്വാസികളും അത് ഉൾക്കൊള്ളൂല. മതമില്ലാത്ത, കൺവെർട്ട് ചെയ്യപ്പെട്ട, മതത്തിൽ നിന്ന് കൺവെർട്ട് ചെയ്യപ്പെട്ട് ഒരു പ്രത്യേക മതവിഭാഗമായി, അങ്ങനെയാ ഒരു പ്രത്യേക മതവിഭാഗമായി രാജ്യത്തിന് തന്നെ തകർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു വിഭാഗം ആളുകളല്ലാതെ ഇതൊന്നും വിശ്വസിക്കുമെന്ന് കരുതണ്ട. അവനെതിരെ ഒരു വാക്ക് നമ്മൾ പറയാതിരിക്കുമ്പോൾ എങ്ങനെ നമുക്ക് ഉറക്കം വരിക? എനിക്കുറക്കം വരില്ല. അള്ളാഹുവിനെ പറ്റി പറയുന്ന, അത് ഉദ്ധരിക്കാൻ, ഹിക്കായത്ത് ചെയ്യാൻ പോലും നമ്മുടെ നാവ് അശക്തമാണ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാർക്കറിയില്ല. അവർക്ക് ഈ വാട്സപ്പും റേഷൻ കാർഡും ഫേസ്ബുക്കും ഒന്നും ഇല്ലല്ലോ. അവർക്ക് ഇതൊന്നും അറിയുന്നില്ല. അവരൊന്നും അറിയുന്നില്ല. അള്ളാഹുവിനെ പറ്റി പറയുന്നത് കഞ്ചാവടിക്കുന്നവനെന്ന് അള്ളാഹിനെ പറ്റി പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവരെ കരണക്കുറ്റിക്കൊരണം പൊട്ടിക്കാൻ തോന്നൂല. അടുത്ത് വന്നാൽ ഇവൻ അടുത്ത് വരുവോ? ഒളിത്താവളത്തിരുന്നുണ്ട് ഇങ്ങനെ കൊണ്ട് 35,000 രൂപയുടെ മൊബൈൽ. ഇവനൊക്കെ ആരോഗ്യമുണ്ട്, പണിയെടുത്ത് മക്കളെ തീറ്റിപ്പൊറ്റിക്കൂടെ? അല്ലാതെ ഇസ്ലാമിനെതിരെ. കാരണം ഇസ്ലാമിനെതിരെ ഇന്നിപ്പോ യൂട്യൂബ് എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ സെർച്ചിങ് നടന്നിരിക്കുന്ന അസ്ഗർ അലിയാണ്. ഇതാണ് കഅബാലത്തിൽ കയറി ഒരുത്ത മൂത്രമൊഴിച്ച്, കഅബ ഷരീഫിൽ കയറി ഒരുത്ത മൂത്രമൊഴിച്ച്, ആളുകൾ വടിയും തടിയുമായിട്ട് ചെന്നോൻ പറഞ്ഞ് അടിക്കല്ലേ, ഞാൻ മൂത്രമൊഴിച്ച് എന്തിനാന്ന് ചോദിച്ചിട്ട് നിങ്ങൾ അടിക്കും. എന്തിനാണ് അത് മൂത്രമൊഴിച്ചത്? ലോകത്ത് അറിയപ്പെടണമെങ്കിൽ ഒന്നെങ്കിലും നന്മ ചെയ്യണം. അതെല്ലാം എന്നെ കൊണ്ട് പറ്റൂല നന്മ ചെയ്യാൻ. പിന്നെ ആകെ ഉള്ള ഏറ്റവും വലിയ കറാമ്പറപ്പ് ചെയ്യണം, അത് ഞാൻ ചെയ്തത്ര തന്നെ. ലോകത്തറിയപ്പെടാനല്ലേ ആളുകളൊക്കെ ഇങ്ങനെ കിടന്ന് മത്സരിക്കുന്നത്. നമുക്ക് എന്ത് നേട്ടം, നമുക്ക് എന്ത് കോട്ടം? പൂച്ചയെ പോലെയാ. 100 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന്, UAE ബുർജ് ഖലീഫയുടെ മുകളിൽ നിന്ന്, അല്ലെങ്കിൽ ക്ലോക്ക് ടവറിൽ നിന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വലിയ ഏറ്റവും വലിയ മുകൾ ഭാഗത്ത് നിന്ന് താഴേക്കെടുത്തെറിഞ്ഞാൽ പോലും പൂച്ച വീഴുന്നത് 4 കാലില. തല കീപ്പോട്ടാക്കി എറിഞ്ഞു നോക്കിയാലും 4 കാലിലെ പൂച്ച വീഴൂ.
നമ്മൾ അങ്ങനെയാണ് മുസ്ലിമീങ്ങൾ. നമുക്ക് പ്രളയം വന്നാലും ഒന്നുമില്ല, കൊടുങ്കാറ്റ് വന്നാലും ഒന്നുമില്ല, നിപ്പ വന്നാലും ഒന്നുമില്ല, വൈറസ് വന്നാലും ഒന്നുമില്ല, വൈറലായാലും ഒന്നുമില്ല, വയറ്റിലായാലും ഒന്നുമില്ല. നമുക്ക് എന്ത് വന്നാലും ഒരു പ്രശ്നവും ഇല്ല. കാരണം എന്താ? സന്തോഷം വന്ന അൽഹംദുലില്ലാ, ദുഃഖം വന്ന അൽഹംദുലില്ലാ. ഇതാണ് മുസ്ലിം. ഇനി അങ്ങ് കോവിഡ് ഒന്ന് മരിച്ചുപോയി, എന്ത് ചെയ്യാനാ? അൽഹംദുലില്ലാ, ഷഹീദിന്റെ കൂലി. കോവിഡ് വന്നിട്ട് മരിച്ചില്ല, നിന്റെ പാപം മൊത്തം പുറത്ത്. കോവിഡ് വന്നില്ല, അൽഹംദുലില്ലാ, ആരോഗ്യം കിട്ടിയല്ലോ, അന്തേരം നിസ്കരിക്കാൻ പറ്റിയല്ലോ. എന്താ നമ്മുടെ കുഴപ്പം? പറയും. നമുക്ക് എന്താ പ്രശ്നമുള്ളത്? കടം വന്നു. കടം വന്ന എന്താ? മാനസികമായി നമ്മൾ അനുഭവിച്ച വിഷമങ്ങൾക്ക് അല്ലാഹുവിടെ പാവം പുറത്ത്. നമുക്ക് കടം വന്നില്ല, അൽഹംദുലില്ലാ, മക്കൾക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ചു കൊടുത്ത്. നമുക്ക് എന്ത് പ്രശ്നം? ഒന്നുമില്ല. അതാണ് പറഞ്ഞത്, ഇന്നസാബത്തുഹു ഖൈറുൻ ഇന്നസാബത്തുഹു ശർറുൻ. അവന് ഖൈർ വന്നാലും അവന് ശർറ് വന്നാലും, സന്തോഷം വന്നാൽ അവൻ നന്ദി രേഖപ്പെടുത്തും, ദുഃഖം വന്നാൽ, പരീക്ഷണം വന്നാൽ അവൻ ക്ഷമിക്കും. ഇതാണ് വിശ്വാസി.